ഈ ചെറുക്കൻ പറയുന്നത് പോലെ തന്നെ അച്ഛൻ നടന്നു വന്നു അതിനകത്തിരുന്നു എന്നാണ് എല്ലായിടത്തും പറയുന്നത്. പക്ഷേ നടക്കാനുള്ള സാധ്യതയില്ല. കാര്യം 2 വർഷമായിട്ട് ഇയാൾ കിടപ്പ് രോഗിയാണ്. നടക്കാൻ വയ്യാത്ത ഒരാളെങ്ങനെ നടന്നു വന്നതിനകത്തിരിക്കും? തിരുവനന്തപുരത്തെ വഴിമുക്ക് എന്ന സ്ഥലത്ത് ഗോപൻ സ്വാമി എന്ന വ്യക്തിയുടെ സമാധിയുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകളാണ് ഇന്ന് കേരളം ഒട്ടാകെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങളിൽ ഭൂരിഭാഗം ആളുകളും ചിലപ്പോൾ ഈ ഒരു വാർത്ത അറിഞ്ഞിട്ടുണ്ടായിരിക്കും. ഞാൻ എൻ്റെ ഒരു വേർഷനിൽ എൻ്റെ കുറച്ച് ഫൈൻഡിങ്സ്, എൻ്റെ കുറച്ച് അനാലിസിസ് ഒക്കെ നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചു. അതുപോലെ തന്നെ ഞാൻ ആദ്യമേ തന്നെ ഒരു കാര്യം പറയുകയാണ്. ഒരു മതത്തെയോ അല്ലെങ്കിൽ കുറെ ആളുകളുടെ വിശ്വാസത്തെയോ ചോദ്യം ചെയ്യാൻ ഞാൻ ആളല്ല, എനിക്കത് ചെയ്യാനും താല്പര്യമില്ല. എന്നാൽ പോലും ഈ ഒരു വിഷയത്തിലേക്ക് വരികയാണെങ്കിൽ ചിലപ്പോൾ കുറെ പേർക്ക് അറിയാത്തവരും കാണും കേട്ടോ. ഈ ഒരു വാർത്ത എന്താണെന്ന് തീരെ അറിയാത്ത ആളുകളും കാണും. അവർക്ക് വേണ്ടി ജസ്റ്റ് ഇതിന്റെ ഒരു സ്റ്റാർട്ട്, എന്താണ് സംഭവിച്ചത് എന്നുള്ളൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. എന്നിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാം. തിരുവനന്തപുരം വഴിമുക്കിൽ ഗോപൻ സ്വാമി എന്നയാളുടെ മരണത്തിൽ അടിമുടി ദുരൂഹതയാണ്. സമാധിയായെന്ന് അവകാശപ്പെട്ട് സ്വാമിയുടെ മൃതദേഹം മക്കൾ രഹസ്യമായി സംസ്കരിച്ചു. വിവരം പുറത്തറിഞ്ഞതോടെ ദുരൂഹതയാരോപിച്ച് നാട്ടുകാർ രംഗത്തെത്തി. അയൽവാസിയുടെ പരാതിയിൽ കേസെടുത്ത പോലീസ് കല്ലറ പൊളിച്ച് മൃതദേഹം പരിശോധിക്കാൻ കളക്ടറുടെ അനുമതി തേടി. അനുമതി കിട്ടിയതോടെ പോലീസ് സംഘം ഇന്ന് സ്ഥലത്തെത്തിയപ്പോഴാണ് ഈ പ്രതിരോധമുണ്ടായത്. എന്താണ് ആ പ്രതിരോധം എന്നൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം, വിശദീകരിച്ചു തരാം. അതിനു മുമ്പ് സംഗതി വേറൊന്നുമല്ല. തിരുവനന്തപുരത്ത് ഈ ഒരു വഴിമുക്ക് എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ ഒരു സ്വാമി, അദ്ദേഹം കല്യാണം കഴിച്ച 2 മക്കളും ഒക്കെ ഉണ്ട്. പക്ഷെ അദ്ദേഹത്തിനെ കുടുംബവും വിളിക്കുന്നു, നാട്ടുകാരും വിളിക്കുന്നു സ്വാമി എന്ന്. അപ്പൊ എന്താണെങ്കിലും ആ സ്വാമി ഒരു ദിവസം അദ്ദേഹത്തിന് തോന്നുകയാണ് എനിക്ക് സമാധി അണയണം. പുള്ളിയുടെ മക്കളോട് പറയുന്നു. അതിലൊരു മകന്റെ സഹായത്തോടു കൂടി അദ്ദേഹം പോയി പറമ്പിൽ അദ്ദേഹത്തിന്റെ വീടിന്റെ പുറകിലുള്ള ഒരു സ്ഥലത്ത് പുള്ളി സമാധിയാവണമെന്ന് പുള്ളി ആഗ്രഹിച്ച് ഉണ്ടാക്കിയ ഒരു പീഠത്തിൽ പുള്ളി ഇരുന്ന് സമാധിയാവുന്നു. എന്നിട്ട് ഈ മകൻ ഈ വ്യക്തി ഇരുന്ന സ്ഥലം, ഈ സ്വാമി ഇരുന്ന സ്ഥലം കെട്ടിയടയ്ക്കുന്നു. ഇതാണ് സംഭവിച്ചത്. ഇയാളുടെ ഒരു മകൻ ചെന്ന് പോസ്റ്ററൊക്കെ അടിച്ച് പുറത്തൊക്കെ കൊണ്ടുവന്ന് അടിച്ചു വെക്കുന്നു. അപ്പൊ ഈ ഒരു സംഗതി കണ്ടപ്പോഴത്തേക്ക് വീടിന്റെ അടുത്തുള്ള ഒരു നാട്ടുകാരന് സംശയം തോന്നി, പോലീസിൽ കേസ് കൊടുക്കുന്നു. പോലീസുകാർ വരുന്നു, വന്ന് ഈ ഒരു അന്വേഷണം തുടങ്ങുകയും അല്ലെങ്കിൽ ഈ സമാധി അണഞ്ഞു എന്ന് പറഞ്ഞ സ്ഥലം പൊളിച്ച് അതിനകത്ത് ആളുണ്ടോ എന്ന് നോക്കാൻ ചെന്നപ്പോഴത്തേക്ക് കളി അങ്ങ് മാറി. ആ ഒരു മാറിയ കളി, ഇതിലെ ഒരു മകൻ, 2 മക്കളുണ്ട്, അതിലെ ഒരു മകന്റെ വായിൽ നിന്ന് വീഴുന്ന കുറച്ച് വാക്കുകൾ, അത് കേട്ടത് കൊണ്ടാണ് ഞാൻ മെയിൻലി ഈ ഒരു വീഡിയോ ചെയ്യണം എന്ന് തന്നെ വിചാരിക്കാനുള്ള ഒരു കാരണം. എനിക്കത് കണ്ടപ്പോഴത്തേക്കുണ്ടല്ലോ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ അത് ചിലപ്പോൾ ആ പയ്യന്റെ ഗതികേട്, ഈ ഫാമിലിയുടെ ഗതികേട് കൊണ്ടായിരിക്കും. നമ്മൾ അതും കൂടെ നോക്കണമല്ലോ. ചിലപ്പോൾ ഗതികേട്, ഇല്ലെങ്കിൽ വർഗീയത നല്ല പച്ചയ്ക്ക് വിളിച്ചു പറഞ്ഞ് അവിടെ അടി ഉണ്ടാക്കണം. അത് ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പോൾ പോലീസുകാര് കയറി കൈവെക്കില്ല. ആ ഒരു പീഠം എന്ന് പറയുന്ന, അല്ലെങ്കിൽ പുള്ളിയെ ആ ഒരു അടക്കിയിരിക്കുന്ന ആ ഒരു സ്ഥലത്ത് പൊതിഞ്ഞു വെച്ചിരിക്കുന്ന ആ ഒരു മൺകൂനയല്ല, ആ ഒരു സിമെന്റ് കൊണ്ട് പൊതിഞ്ഞു വെച്ചിരിക്കുന്ന ആ ഒരു സ്ഥലം ഇടിച്ചു പൊളിക്കില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ട് വർഗീയത എടുത്തിട്ടു. അത് 2 രീതിയിൽ ഞാൻ നേരത്തെ പറഞ്ഞതൊക്കെ ചിലപ്പോൾ ഇവരുടെ ഗതികേട്, അത് പറഞ്ഞെങ്കിൽ മാത്രമേ ഇവരിത് പൊളിക്കാതിരിക്കൂ എന്ന് വിചാരിച്ച് ചിലപ്പോൾ ചെയ്തായിരിക്കാം. ചിലപ്പോ അവരുടെ കള്ളത്തരം, അതായത് ചിലപ്പോ നിങ്ങൾ വേറൊരു സൈഡിൽ കൂടെ ചിന്തിക്കണം. ഈ സമാധി എന്ന് പറയുന്ന സംഗതിയൊക്കെ ഈ അടുത്തൊന്നും നമ്മുടെ നാട്ടിൽ ആരും സമാധി ഇരുന്നതായിട്ട് ഞാൻ അറിഞ്ഞിട്ടില്ല. ഇനി ഇതിന്റെ പേരും പിന്നെ വേറൊരു കേസ്, ഇവര് പൂജയും പരിപാടിയൊക്കെ ഉണ്ട്, തൊട്ടപ്പുറം ഒരു അമ്പലമുണ്ട്. ഇനിയും ഇദ്ദേഹത്തിനെയും ഒരു വിശുദ്ധനാക്കി മാറ്റാൻ വേണ്ടി അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഇവിടെ നടക്കുന്നുണ്ടല്ലോ. ആ ഒരു സ്കീമിലേക്ക് എത്തിക്കാൻ വേണ്ടി സ്വന്തം അപ്പനെ മക്കള് തന്നെ ഈ ഒരു പരിപാടി എന്തെങ്കിലും ചെയ്ത് അവിടെ കൊണ്ട് കൊന്നിരുത്തിയതാണോ എന്ന് നമുക്ക് അറിയില്ല. മനസ്സിലായില്ലേ? അപ്പം അത് ആരും കണ്ടുപിടിക്കാതിരിക്കാൻ വേണ്ടി ഇവന്മാര് വർഗീയത ഇറക്കിയതാണോ എന്നും നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. എന്തായാലും അവന്റെ ആ ഒരു വർഗീയത ഡയലോഗ് നിങ്ങളൊന്ന് കേൾക്കുക. നമ്മളെ മൃത്യു കണ്ടിട്ടേ തൊടുള്ളൂ. ഞാൻ ആദ്യം മരിക്കും, എന്റെ മൃത്യുവായിരിക്കും നിങ്ങളെല്ലാം കാണാൻ പോണത്. സമാധാനം നിങ്ങളെല്ലാം പഠിച്ചിട്ട് വരും. ആദ്യം ഈ മുസ്ലിം തീവ്രവാദികളാണ്, സത്യം തീവ്രവാദികളാണ്. അവരാണ് ഏറ്റവും കൂടുതൽ പ്രശ്നത്തിലുണ്ടാക്കുന്നത്. പോലീസുകാര് വലിച്ചു പിടിച്ചോണ്ട് പോകുന്നുണ്ട് അവനെ. അവന്റെ വായിൽ നിന്ന് വന്നതിന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ 2 ഇടിയും കൂടെ കൊടുത്തിട്ട് വേണം അവനെ കൊണ്ടുപോകാൻ. എന്തുമായിക്കോട്ടെ, ഞാനൊരു മതത്തെ ഇല്ലാതാക്കാനോ ഒരു മതത്തെ പൊക്കാനോ ഒന്നും ഞാനിവിടെ നിൽക്കുന്നില്ല. അത് എന്റെ വീഡിയോ സ്ഥിരം കാണുന്നവർക്ക് അറിയാൻ പറ്റും. ഞാൻ അങ്ങനെ ഒന്നും ഞാൻ ചെയ്യുന്നില്ല. പക്ഷെ ഇങ്ങനൊരു പ്രശ്നം വന്ന ഉടനെ തന്നെ മുസ്ലിങ്ങൾ തീവ്രവാദികൾ എന്നവന്റെ വായിൽ നിന്ന് വീണിട്ടുണ്ടെങ്കിൽ എന്ത് കണ്ടിട്ടാണ് അവൻ ആ വർത്താനം പറഞ്ഞതെന്ന് എനിക്കറിയില്ല. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഒന്നെങ്കിൽ അവർക്ക് രക്ഷപ്പെടാൻ വേണ്ടി,
മനസ്സിലായില്ലേ? ഇല്ലെങ്കിൽ അവരുടെ ഗതികേട് കൊണ്ട് പുള്ളി സമാധി അടയുന്ന ആ ഒരു സ്ഥലം നശിപ്പിക്കരുത് എന്നുള്ളൊരു ആഗ്രഹത്തിന്റെ പുറത്ത് ചിലപ്പോൾ ചെയ്തതായിരിക്കാം. അങ്ങനെയും കൂടെ ഉണ്ട്. രണ്ട് സൈഡ് ഞാനിവിടെ പറയും. പക്ഷെ എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാൽ അവന്റെ വായിൽ നിന്ന് വന്ന വർത്താനത്തിന് അവന് ചെകിടം ബുദ്ധി ഒരെണ്ണം കൊടുക്കേണ്ടതായിരുന്നു എന്ന് തന്നെയും കൂടെ ഞാനിവിടെ പറഞ്ഞു വെക്കും. അത് അവൻ പറഞ്ഞതിനോട് ഒരിക്കലും എനിക്ക് യോജിക്കാൻ പറ്റുന്നില്ല. ബാക്കി അല്ല, ഞങ്ങൾ വിചാരിച്ചാൽ ആൾ കൂടും പെട്ടെന്ന്. അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് ഒരു ആക്ഷനിലേക്ക് സാർ പോകരുത്. പോയാൽ ഇവിടെ ക്രമസമാധാന പ്രശ്നം ഉണ്ടാകും. എല്ലാ ചടങ്ങുകളും നടത്തി ഭസ്മം ഇട്ട ഒരു പ്രതിഷ്ഠ നടത്തിയിരിക്കും പോലെ നടത്തിയിരിക്കുകയാണ് അവരുടെ വിശ്വാസത്തിൽ. ആ വിശ്വാസത്തിന് ഹാനികരമായിട്ട് കുത്തിപ്പൊളിക്കരുത്. വക്കീൽ വന്നു നിന്നുകൊണ്ട് പച്ചയ്ക്ക് വർഗീയത പറയുകയാണ്. ഇവിടെ മുസ്ലിങ്ങളും ഹിന്ദുക്കളും സഹോദരങ്ങളെ പോലെ ജീവിക്കുന്നവരാണ്. ഇവിടെ ഒരു പ്രശ്നവും. ഇത് നാട്ടുകാരാണ് പറയുന്നത്. അവിടെ ഒരു വർഗീയതയില്ല, ഒരു പ്രശ്നവും ഇല്ല. ഈ ആവശ്യമില്ലാതെ ചില ചേട്ടന്മാര് വന്ന് ഈ വർഗീയത കുത്തി ഇളക്കുന്നു എന്നൊരു സാധനം അതായിക്കോട്ടെ. അതിന് മുമ്പ് ഒരു ചന്ദനക്കുറി ഇട്ട ചേട്ടൻ മാധ്യമങ്ങളോട് സംസാരിക്കുന്നത് നിങ്ങൾ കേട്ടോ? കുറെ പേര് ഇപ്പൊ അദ്ദേഹത്തെ തെറി പറയാൻ ചെല്ലുമായിരിക്കും. പക്ഷെ ഞാൻ പുള്ളിയുടെ സൈഡിൽ നിന്നും കൂടെ ചിന്തിച്ചു. ഇതിപ്പം കുത്തിപ്പൊളിച്ചെന്ന് വിചാരിക്കട്ടെ, കുറെ പേര് ഇപ്പൊ ആ പറയുന്ന വ്യക്തി ഉൾപ്പെടെയുള്ള കുറെ ആളുകൾ ചിലപ്പോ ഇറങ്ങും മുന്നോട്ട്. മനസ്സിലായില്ലേ? ഹിന്ദുത്വത്തെ ചോദ്യം ചെയ്തു, മതത്തിനെ കളിയാക്കി, അല്ലെങ്കിൽ മതത്തിനെ ഇല്ലാതാക്കാൻ ശ്രമിച്ചു, ചില ആളുകളുടെ ആചാരത്തെ കളിയാക്കി എന്നും പറഞ്ഞ് കുറെ ആളുകൾ വരും. ഞാനതാണ് ആദ്യമേ പറഞ്ഞത്. ഒരു ആചാരത്തെയും ഇല്ലാതെയാക്കാനും കളിയാക്കാനും ചോദ്യം ചെയ്യാനും ഞാനില്ല. കാരണം നമുക്ക് എല്ലാവർക്കും ഓരോ വിശ്വാസങ്ങളുണ്ട്. ചിലർ ദൈവത്തെ വിശ്വസിക്കുന്നു, ചിലർ ഒരു പോസിറ്റീവ് എനർജി, നെഗറ്റീവ് എനർജി, അങ്ങനെ എനർജികളെ വിശ്വസിക്കുന്നവരുണ്ട്. ഇതിലൊന്നും പെടാതെ കുറെ എണ്ണം ഉണ്ട്. അതും ആയിക്കോട്ടെ, അത് അവരുടെ ഇഷ്ടം. ഞാൻ പറഞ്ഞില്ല, ഞാൻ അതിനകത്തൊന്നും പറയാൻ, നമുക്ക് വിശ്വാസം ഉള്ളതുപോലെ തന്നെയാണ് വിശ്വാസം ഇല്ലായ്മയും. അതുകൊണ്ട് തന്നെ നമ്മൾ ആരെയും കുറ്റം പറയാൻ ഞാനില്ല. പക്ഷെ എന്നെങ്കിൽ പോലും ഇങ്ങനെ കുറെ ആളുകൾ അവരുടെ വിശ്വാസം, ആ ഒരു വിശ്വാസത്തെ ചോദ്യം ചെയ്യാതിരിക്കുക. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ഇതിനകത്ത് നമ്മളെല്ലാം ആലോചിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നമ്മൾ ജീവിക്കുന്നത് ഒരു മുനിമാരുടെ കാലഘട്ടത്തിലല്ല. ഇത് ഇന്ത്യ, നമ്മൾ ജീവിക്കുന്നത് കേരളത്തിൽ. ഇവിടെ ഒരു സിസ്റ്റം ഉണ്ട്, ഒരു ലോ ആൻഡ് ഓർഡർ ഉണ്ട്. അതിന്റെ ഒരു കൂട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്, അല്ലെ? നിങ്ങൾ പറയുക. അതെ. സോ കുറെ കാര്യങ്ങൾ നമ്മൾ നമ്മുടെ നിയമം പറയുന്നത് കൂടെ അനുസരിക്കേണ്ടതായിട്ട് വരും. ഇതിപ്പം പണ്ടൊരു കാലത്ത്, വർഷങ്ങൾക്ക്, നൂറ്റാണ്ടുകൾക്ക് മുന്നേ ആണ് ഈ ഒരു വ്യക്തി ഇങ്ങനെ സമാധി അണയ്യ പരിപാടിയൊക്കെ ചെയ്യുന്നെങ്കിൽ ആരും ഇവിടെ ചോദിക്കാനും പറയാനൊന്നുമില്ല. പുള്ളി പോയാൽ പോയി, അത്രേ ഉള്ളൂ. മനസ്സിലായില്ലേ? എങ്ങനെ മരിച്ചാലും ആർക്കും ഒരു കുഴപ്പമില്ല. പക്ഷെ ഇന്നത്തെ കാലത്ത് അങ്ങനെ ഒരാൾ പോയി സമാധി അടഞ്ഞു എന്നും പറഞ്ഞ് 2 മക്കൾ വന്ന് അത് തൊടാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നോട്ട് ഗോയിങ് ടു ഹാപ്പൻ. ഇതിപ്പോ എന്താണെങ്കിലും ഇത് നമ്മുടെ സമൂഹത്തിൽ നടന്നതാ. ഇവിടെ അറിയണം എന്താണ് പുള്ളിക്ക് സംഭവിച്ചതെന്നുള്ളത്. 2 മക്കൾ വന്നിട്ട് പുള്ളി സമാധി അണഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ആരും വിശ്വസിക്കില്ല. അറ്റ്ലീസ്റ്റ് പക്ഷെ അവരുടെ ഭാഗത്തു നോക്കുകയാണെങ്കിൽ ആ വ്യക്തി പറയുന്ന കുറെ ക്ലിപ്പുകൾ ഞാൻ കണ്ടു. ഒരു മകൻ, അതായത് ഒരു ഡോക്ടറിനെ വിളിച്ചുകൊണ്ട് വന്ന്, വേണമെങ്കിൽ ഒരു ഡോക്ടറിനെ വിളിച്ചുകൊണ്ട് വന്ന് പുള്ളി മരിച്ചെന്ന് ഉറപ്പാക്കിയതിനു ശേഷം പുള്ളിക്ക് ഇത് ചെയ്യായിരുന്നു. പക്ഷെ അങ്ങനെ ഒരു ചോദ്യത്തിന് പോലും അവരുടെ മറുപടി ഉണ്ട്. അവരുടെ അച്ഛൻ പറഞ്ഞിട്ടുണ്ട്, മരിച്ചതിന് ശേഷം ആരെയും കാണിക്കരുത്, പുള്ളിയെ ആ ഒരു അടക്കിയതിന് ശേഷം മാത്രമേ ആളുകൾ കാണാവുള്ളൂ, അല്ലാതെ വേറൊരാൾ വന്ന് തുടരുത്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവരുടെ ഒരു ആചാരം വെച്ചാണ് അവർ പറയുന്നത്. നമുക്ക് ആ ആചാരത്തെ ഒരു പരിധിയിൽ കൂടുതൽ അറിയില്ല, എനിക്കറിയില്ല. അല്ലെങ്കിൽ ആ ഒരു ആചാരത്തെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് അറിയാവുന്ന ആരെങ്കിലും വന്ന് സംസാരിക്കണം അതിനെപ്പറ്റി. നമുക്കറിയില്ല ആചാരത്തെ പറ്റി, പ്രത്യേകിച്ച് അവര് പറയുന്ന കാര്യങ്ങളെ പറ്റി. അപ്പൊ പിന്നെ അത് തെറ്റാണോ എന്ന് പറയുന്നതിനകത്ത് എനിക്ക് അങ്ങനെ വെറുതെ കയറി തെറ്റാണെന്ന് പറയുന്നതിനകത്ത് താല്പര്യമില്ല. മനസ്സിലായില്ലേ? അവർ പറയുന്നതിനകത്ത് എന്തെങ്കിലും കാര്യമുണ്ടെങ്കിലോ, പക്ഷെ അറ്റ്ലാസ്റ്റ് അവർ പറയുന്നതിനകത്ത് കാര്യമുണ്ടെങ്കിലും, ഞാൻ അതാണ് നേരത്തെ പറഞ്ഞത്, ഇത് കേരളമാണ്. ഇവിടെ ഒരു നിയമവ്യവസ്ഥയുണ്ട്. അതിനകത്ത് നിന്നിട്ടേ നിങ്ങൾ ഈ പറയുന്ന എന്ത് കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇതിപ്പം അറ്റ്ലാസ്റ്റ് എനിക്ക് തോന്നുന്നു, എൻ്റെ ഒരു അനുമാനം വെച്ചിട്ട് എന്താണെങ്കിലും അത് പൊളിക്കണം. കാരണം അവർ പറയുന്നു അച്ഛൻ സമാധിയായി. പക്ഷെ എങ്ങനെ സമാധിയായി? ഇനി ഇവർ കൊന്നതാണോ എന്നുള്ളത് അവര് തന്നെ തെളിയിച്ചു കൊടുക്കണം ഇവിടുത്തെ സമൂഹത്തെ. മനസ്സിലായില്ലേ? അതിനുവേണ്ടി അത് പൊളിക്കുക തന്നെ വേണം എന്നുള്ള ഒരു രീതിയിലുള്ള ഒരു അഭിപ്രായമാണ് എനിക്കും ഉള്ളത്. അത് ഇവിടുത്തെ നിയമം, ഇവിടുത്തെ സർക്കാർ ഇടപെട്ട് ഇതിപ്പോ ചെറിയ പ്രശ്നമല്ല, ഇതൊരു വലിയ പ്രശ്നത്തിലേക്ക് പോകും. പ്രത്യേകിച്ച് ഈ മതം ഇതിൻ്റെ ഇടയ്ക്ക് വന്ന് കളിക്കുന്നത് കൊണ്ട് മതത്തെ വ്രണപ്പെടുത്താതിരിക്കുക, പക്ഷെ അതിന്റെ കൂടെ സത്യം കൂടെ തെളിയണം. ഈ ഒരു വിഷയത്തിൽ എന്താണെങ്കിലും ഇവരുടെ നാട്ടുകാർക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്, അതും കൂടെ നിങ്ങളൊന്ന് കേൾക്കുക. ഈ ചെറുക്കൻ പറയുന്നത് പോലെ തന്നെ അച്ഛൻ നടന്നു വന്നു അതിനകത്തിരുന്നു എന്നാണ് എല്ലായിടത്തും പറയുന്നത്. പക്ഷേ നടക്കാനുള്ള സാധ്യതയില്ല. കാര്യം 2 വർഷമായിട്ട് ഇയാൾ കിടപ്പ് രോഗിയാണ്. നടക്കാൻ വയ്യാത്ത ഒരാളെങ്ങനെ നടന്നു വന്നതിനകത്തിരിക്കും? അതൊക്കെ കൊണ്ടാണ് നാട്ടുകാർക്ക് ഈ ദുരന്തം. രാത്രി കാലങ്ങളിലാണ് പൂജയും മറ്റും നടക്കുന്നതെന്നാണ് എൻ്റെ അച്ഛൻ പറയാറുണ്ട്. അച്ഛൻ മരിച്ചുപോയി. അച്ഛൻ പറയാറുണ്ട് ഇവിടെ 12 മണിക്ക് ശേഷമാണ് ഇവന് പൂജയെന്ന്.
എന്ന് അച്ഛൻ ഇവനെന്ന് അങ്ങ് അച്ഛൻ അഭിസംബോധന ഞാനും പറഞ്ഞതല്ല, അച്ഛൻ പറഞ്ഞതാണ് പറഞ്ഞത്. ഞാനത് സ്വാമി നമ്മളെ പ്രായത്തിൽ മൂത്ത ആളായതുകൊണ്ട് നമ്മൾ ഇടാന്ന് വിളിക്കാൻ പാടില്ല. അപ്പോൾ പുള്ളിക്കാരന് അച്ഛൻ പറയാറുണ്ട് അയാൾക്ക് രാത്രിയിലാണ് പൂജയെന്ന്. പിന്നെ ഭയങ്കര ഈ രാത്രിയിൽ എന്താ പൂജ? ഈ 12 മണിക്ക് ശേഷമൊക്കെ എന്താ പൂജ? എനിക്ക് മനസ്സിലാവുന്നില്ല. എൻ്റെ അറിവിൽ അമ്പലങ്ങൾ ഒരു 8-8:30 ആകുമ്പോഴത്തേക്ക് അടയ്ക്കും. അതിനുശേഷം പൂജയും പരിപാടിയൊന്നും ഇല്ല. ഇത് രാത്രി 12, ഇവർ പറയുന്നത് ശരിയാണെങ്കിൽ 12 മണിക്ക് 12 മണിക്ക് ശേഷം എന്ത് പൂജയുള്ളത്? അതുപോലെ തന്നെ ഈ മക്കളിൽ ഒരാൾ പറയുന്നുണ്ടായിരുന്നു, രണ്ടുപേരും പറയുന്നുണ്ട്, ഒരാളെന്നല്ല രണ്ടുപേരും പറയുന്നുണ്ട്, അച്ഛൻ രാവിലെ ഭക്ഷണം കഴിച്ച് മരുന്നൊക്കെ കഴിച്ചതിന് ശേഷമാണ് സമാധി അണയണം എന്ന് പറഞ്ഞ് പോയത്. ഒരാള് ഭക്ഷണവും കഴിച്ച് ഷുഗറിനോ പ്രഷറിനോ ഉള്ളതൊക്കെ മരുന്നും കഴിച്ചിട്ട് ഒക്കെ ടാറ്റ ബൈ ബൈ ഇനി ഞാൻ പോയി സമാധി അണയട്ടെ എന്നും പറഞ്ഞു പോയി സമാധി അണയാൻ ഇരിക്കുവോ? എനിക്കത് മനസ്സിലായില്ല. എനിക്കത് മനസ്സിലായതേ ഇല്ല അവരത് പറഞ്ഞു കേട്ടപ്പോൾ. എന്തൊക്കെയോ അത് കേട്ടപ്പോഴാണ് നമുക്ക് കൂടുതൽ സംശയങ്ങൾ വന്നത്. അതും പോട്ടെ, നാട്ടുകാർ പറയുന്നത് വെച്ചിട്ട്, നാട്ടുകാർ പറയുന്ന പിന്നെ എല്ലാം നമുക്ക് മറ്റേ വെള്ളം തൊടാതെ വിഴുകാനും പറ്റില്ല. എങ്കിൽ പോലും ഇപ്പം ഒരു പരിധിയിൽ കൂടുതൽ ആളുകൾ ഇത് തന്നെ പറയുന്നുണ്ട്. ആ പുള്ളിക്ക് വയ്യായിരുന്നു, അദ്ദേഹം കിടപ്പിലായിരുന്നു, പിന്നെ എങ്ങനെ അദ്ദേഹം നടന്നു പോയിരുന്നു? ഇങ്ങനെയുള്ള സംശയങ്ങൾ വരുമ്പോഴത്തേക്ക് ഈ സംശയങ്ങളെയൊക്കെ മറികടന്ന് ജനങ്ങൾക്ക് മുമ്പിൽ അത് എന്താണ് സംഭവിച്ചതെന്ന് തെളിയിക്കേണ്ടത് ഈ 2 മക്കൾക്കുമുണ്ട്. മനസ്സിലായില്ലേ? കാരണം നിങ്ങൾ ജീവിക്കുന്നത് കേരളത്തിലാണ്. ഇവിടെ ഒരു നീതിയുണ്ട്, ഒരു നീതിന്യായ വ്യവസ്ഥയുണ്ട്. മനസ്സിലായില്ലേ? അപ്പം അതനുസരിച്ച് നിങ്ങൾ നിന്നേ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ നിങ്ങൾ വല്ല കാട്ടിലും പോയി ജീവിക്കാനായിരുന്നു നേരത്തെ. നിങ്ങളുടെ അച്ഛനും നിങ്ങൾക്കും ഒക്കെ സമാധി അണയണം. അതുപോലെ തന്നെ വേറൊരു കഥ ഞാൻ കേട്ടിട്ടുണ്ട്. ഇവരുടെ ഈ ഇടയ്ക്ക് ഇവർക്കൊരു മൂത്ത മകൻ ഉണ്ടായിരുന്നു. അതായത് ഈ 2 ചേട്ടന്മാര് കൂടാതെ വേറൊരാൾ ഉണ്ടായിരുന്നു. അയാളെ ഇതേപോലെ എവിടെയോ സമാധി ഇരുത്തി എന്നുള്ള കഥകളൊക്കെ വരുന്നുണ്ട്. നമുക്ക് അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് അറിയാത്തതുകൊണ്ടാണ് ഞാൻ അതിന്റെ ക്ലിപ്പുകൾ ഒന്നും എടുത്ത് വെക്കാത്തത്. അതും നമ്മൾ കേൾക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള ഒരുപാട് കഥകൾ ഇവിടെ നിലനിൽക്കുമ്പോൾ നിങ്ങൾ തെളിയിച്ചേ പറ്റുള്ളൂ. അല്ലാതെ തെളിയിക്കാതെ ഞങ്ങളുടെ അച്ഛൻ സമാധി അടഞ്ഞു, ആരും ഇനി അത് തുറക്കാൻ പാടില്ല, നിങ്ങൾ നിങ്ങളുടെ വഴിക്ക് പൊക്കോളൂ എന്ന് പറയാൻ പറ്റില്ല ചേട്ടന്മാരെ. അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ കാട്ടിലല്ല ജീവിക്കുന്നത്, നാട്ടിലാണ്. ഇവിടെ ഒരു സിസ്റ്റം ഉണ്ട്, അതനുസരിച്ച് ജീവിച്ചേ പറ്റുള്ളൂ നമ്മൾ. അത് ഒരു രീതിയിൽ നോക്കുമ്പോൾ നമ്മുടെ ഗതികേടും, ഒരു രീതിയിൽ അത് നല്ലതാണ്. ഇങ്ങനെ ഒരു സിസ്റ്റം ഉള്ളതുകൊണ്ട് നമ്മൾ ജീവിച്ചു പോകുന്നുണ്ട് നല്ല രീതിയിൽ. ഒരുപാട് നല്ല രീതിയിലാണോ എന്ന് ചോദിച്ചാൽ അല്ല. ഈ ഒരു സിസ്റ്റത്തിന്റെ പോരായ്മകളും ഉണ്ട്, അതിനകത്ത് നമ്മൾ അനുഭവിക്കുന്നുണ്ട്. പക്ഷെ ഈ ഒരു വിഷയത്തിലേക്ക് വരുമ്പോൾ നിങ്ങൾ തെളിയിച്ചേ പറ്റുള്ളൂ. ബാക്കി മൈക്ക് സെറ്റൊക്കെ വെച്ചിട്ട് പാട്ടും കാര്യങ്ങളൊക്കെ രാവിലെയാണ്. പിന്നെ കുറേ കാലം കൊണ്ട് ഞാൻ എൻ്റെ അമ്മയെ നോക്കി വരാറുണ്ടല്ലോ. അപ്പോൾ കുടുംബ വീട്ടിൽ ഞാൻ ആഴ്ചോറും വരും. അപ്പോൾ വരാറുള്ളപ്പോൾ പിന്നെ ഇവിടെ വിജനമായിട്ട് കിടക്കുന്നതായിട്ടാണ് കാണുന്നത് കുറേ കാലം കൊണ്ട്. ഇപ്പോൾ ഞാൻ ഇപ്പോഴാണ് അറിഞ്ഞത്, ഇന്നലെ മെനിഞ്ഞാന്നാണ് അറിഞ്ഞത്, പുള്ളിക്കാരൻ കുറേ കാലം കൊണ്ട് കിടപ്പിലായിരുന്നുകൊണ്ട് ആ കിടക്കയിൽ തന്നെയാണ് മൂത്രം ഒഴിക്കുന്നതും മലം പോകുന്നതും എല്ലാം അങ്ങനെയാണെന്ന്. തൊട്ടടുത്ത എൻ്റെ അയൽവാസി പറയാറുണ്ട്, വിശ്വംഭരൻ എന്നാൾ പറയുന്നുണ്ട്. പിന്നെ അയാൾ രാത്രി കിടന്ന് ഇവർ തള്ളയും മക്കളും കൂടി വഴക്ക് കൂടാറുണ്ടെന്ന് പറയുന്നതായിട്ട് രാത്രിയിൽ. അതായത് അച്ഛൻ്റെ മൂത്രം ഒഴിച്ച് അമ്മ തുണി മാറ്റണ്ട, അവിടെ കിടക്കട്ടെ എന്നൊക്കെ എന്തൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. പക്ഷേ അങ്ങനെയുള്ള ഒരാൾ എണീറ്റ് നടന്നു വന്ന് ആ ഒരു സമാധി പീഠ ഉണ്ടാക്കിയിരിക്കുന്ന അകത്ത് കയറി ഇരുന്നു. അവൻ്റെ അച്ഛൻ്റെ ആത്മാവ് നേരെ മേളിലോട്ട് പോകുന്നത് അവൻ ആ ദൃഷ്ടിയിൽ കണ്ടു എന്നൊക്കെ പറയുമ്പോൾ നാട്ടുകാർക്ക് ഒരു ഇതുണ്ടാവില്ലേ? നാട്ടുകാർക്ക് സംശയം വരും. അതിനകത്ത് തെറ്റൊന്നുമില്ല. ഓരോ ആളുകളുടെ വിശ്വാസം. ചില ആളുകൾ വന്നിട്ട് ഇതേ കണക്ക് സമാധി അണഞ്ഞു, ആത്മാവ് പോകുന്നത് കണ്ടു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അത് അതേപോലെ ദഹിക്കാൻ പറ്റണമെന്നില്ല. അതുപോലെ തന്നെ ഇവിടെ ഒരു വിശ്വംഭരന്റെ കാര്യം ഈ ചേട്ടൻ പറയുന്നത് നിങ്ങൾ കേട്ടോ. അതായത് ഈ ഒരു സ്വാമിയുടെയൊക്കെ വീടിന്റെ അടുത്തുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹം ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിറക്കുന്നു എന്ന് ഈ 2 മക്കളും പറയുന്നുണ്ട്. അവൻ കള്ളനാണ് എന്നുള്ള രീതിയിൽ ഇവർ പറയുന്നുണ്ട്. പക്ഷെ അവര് പറഞ്ഞിറക്കിയതാണെങ്കിലും ഇപ്പൊ സംസാരിച്ച ആ ചേട്ടൻ പറയുന്നത് ഓക്കെ കള്ളത്തരമായിരിക്കും. പക്ഷെ അതിന് മുമ്പ് ആദ്യമേ സംസാരിച്ച ചേട്ടൻ പറഞ്ഞതോ അത് കൂടാതെ വേറെ പല നാട്ടുകാർ പറയുന്നു ഇതേപോലെ അയാൾ കിടപ്പിലായിരുന്നു എന്നുള്ള കാര്യങ്ങൾ. അപ്പൊ ഇതൊക്കെ തെളിയിക്കേണ്ടത് ആ 2 മക്കളുടെയും ഉത്തരവാദിത്തം തന്നെയാണ്. മനസ്സിലായില്ലേ? ഇല്ലെങ്കിൽ 2 പേരും ഒന്നും തെളിയിക്കേണ്ട, നേരെ പോയി ജയിലിനകത്ത് അങ്ങ് കിടക്കുക. മനസ്സിലായോ? അങ്ങനെ വേണം ചെയ്യാനായിട്ട്. അല്ലാതെ നേരത്തെ ഒരു ക്ലിപ്പിനകത്ത് കണ്ടല്ലോ, ഇവരുടെ അമ്മയും ഈ 2 മക്കളും പിന്നെ ഒരാളുടെ ഭാര്യയും പിന്നെ ഒരു അമ്മയും കൂടെയൊക്കെ അവിടെ ഇവരുടെ ഈ സ്വാമിയുടെ ഭാര്യയൊക്കെ വന്ന് ആ ഒരു സമാധിക്ക് മുമ്പിലിരുന്ന് കരയുകയും കൂവുകയൊക്കെയാണ് ചെയ്യുന്നത്. എന്നിട്ട് കുറച്ചു മുമ്പ് ഞാൻ വേറൊരു വീഡിയോ ക്ലിപ്പ് കണ്ടു, ഈ ഒരു അമ്മയും ഇരുന്ന് സംസാരിക്കുന്നതൊക്കെ. ഇവരൊക്കെ പറയുന്നതിനകത്ത് സത്യം ഉണ്ടാവാം, ചിലപ്പോൾ എന്തെങ്കിലും സത്യാവസ്ഥ ഉണ്ടായിരിക്കാം. പക്ഷെ അത് നിങ്ങൾ തെളിയിച്ചേ പറ്റുള്ളൂ. തെളിയിക്കാതെ ഞങ്ങൾ വേറെ ജീവിതം എന്ന് പറഞ്ഞ് നിൽക്കാൻ ഇവിടെ പറ്റില്ല. മനസ്സിലായില്ലേ?
ഒരു ക്ലിപ്പും കൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഒരു മകൻ ഇവർ 2 മക്കളിൽ ഒരാള് ഒരു കാര്യം പറയുന്നുണ്ട്. ഇത് ശ്രദ്ധിച്ചോണം നിങ്ങളെ. നിയമപരമായ കുറേ വശങ്ങളുണ്ട്, കുറേയധികം പരാതികൾ വന്നിട്ടുണ്ട്. വിശ്വാസത്തിനപ്പുറത്തേക്ക് നിയമപരമായുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ എല്ലാ വശങ്ങളും പോലീസ് പരിശോധനയ്ക്ക് ശേഷം ഒരു പക്ഷേ ഇങ്ങനെ ഒരു സംശയം ഉണ്ടായ പശ്ചാത്തലത്തിൽ അത് പരിഹരിക്കാനായിട്ട് കല്ലറ പൊളിക്കേണ്ടി വന്നാൽ അപ്പോൾ അത് പൊളിക്കുക എന്നുള്ളത് സർക്കാരിൻ്റെ തീരുമാനമായിരിക്കാം. ഇപ്പൊ എൻ്റെ അച്ഛൻ സമാധി ആയതിന്റെ സ്ഥിതിക്ക് കല്ലറ പൊളിക്കാനായിട്ട് ഒരിക്കലും പറ്റത്തില്ല. കാര്യം എന്ന് പറയുമ്പോൾ ഇപ്പൊ സ്കാനർ ടൂളുകൾ ഒരുപാടുണ്ട്. ആ സ്കാനർ ടൂൾ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യട്ടെ. ഇപ്പോൾ അതിനകത്ത് ആളുണ്ടോ ഇല്ലെന്ന് ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളിവിടെ ഇല്ല എന്നാണ് പറയുന്നത്. ആളിവിടെ ഇല്ല എന്നാണ് പറയുന്നത്. ആളില്ല എന്ന് പറയുന്ന സ്ഥിതിക്ക് മാത്രമല്ല മകനെ പറയുന്നത്, നീയൊക്കെ നിന്റെ അച്ഛനെ കൊന്നിട്ടുണ്ടോ, കൊന്നതിനകത്ത് കൊണ്ടിരുത്തിയതാണോ എന്നുള്ളൊരു സംശയം കൂടെ ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ആളതിനകത്തുണ്ടോ എന്ന് മാത്രം നമുക്ക് അറിഞ്ഞാൽ പോരാ. നീയൊക്കെ വല്ലതും ചെയ്തിട്ടുണ്ടോ, നീയൊക്കെ കൊന്നതിനകത്ത് ഇരുത്തിയതാണോ എന്ന് അറിയണമെങ്കിൽ അത് പൊളിച്ച് അദ്ദേഹത്തിനെ എടുത്ത് അദ്ദേഹത്തിന്റെ പോസ്റ്റ്മോർട്ടം ചെയ്തെങ്കിൽ മാത്രമേ അത് അറിയൂ. അതിനുശേഷം പിന്നെയും അവിടെ ആ ഒരു സമാധിയിൽ ഇരുത്തി, അത് ചിലപ്പോ ഞാൻ പറഞ്ഞില്ലേ, ചില ആളുകളുടെ ആചാരപ്രകാരം ഇല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചിലപ്പോൾ തെറ്റായിരിക്കാം. ഞാൻ അതിനെ എനിക്കറിയില്ല, തെറ്റായിരിക്കാം ചിലപ്പോൾ. അതായത് ഇപ്പൊ ഈ അമ്പലത്തിൽ തന്നെ ഈ പ്രതിഷ്ഠ മാറ്റൽ അങ്ങനെയുള്ള പരിപാടികളൊക്കെ ചെയ്യുകയാണെങ്കിൽ ഒരുപാട് മെനക്കേടാണ് അതിന്റെ പുറകിൽ എന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതുപോലെ ആയിരിക്കാം ചിലപ്പോൾ, അതിന്റെ ഒരു വേറെ വേർഷൻ ആയിരിക്കാം ഇവിടെയും. അങ്ങനെ ഒരു സമാധി ഇരുന്ന ഒരാളുടെ സമാധി പൊളിച്ച് അയാളെ പോസ്റ്റ്മോർട്ടം ചെയ്ത് പിന്നെ അവിടെ ഇരുത്തിയത് ചെയ്യുന്നതിനകത്തൊക്കെ ഓരോ ആചാരപ്രകാരം അത് തെറ്റായിരിക്കാം. പക്ഷെ ഈ കേസിൽ ഇത് വേറെ ആരും അറിഞ്ഞിട്ടില്ല, വേറെ ആരും കണ്ടിട്ടില്ല. എല്ലാവർക്കും സംശയം. നിങ്ങൾ താമസിക്കുന്നത് കേരളത്തിൽ, ഇവിടെ ഒരു നീതി ന്യായ വ്യവസ്ഥയുണ്ട്, ഒരു ലോ ആൻഡ് ഓർഡർ ഉണ്ട്. നമ്മളെല്ലാം അതിനകത്താണ് ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ തെളിയിച്ചേ പറ്റുള്ളൂ. വിശ്വാസവും വേണം. അതുപോലെ തന്നെ നമ്മൾ ജീവിക്കുന്ന ഈ ഒരു സൊസൈറ്റിയിലുള്ള ഒരു നീതി, ഒരു ലോ ആൻഡ് ഓർഡർ അതും കീപ്പ് ചെയ്താലേ നമുക്കിവിടെ മുന്നോട്ട് ജീവിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഇത് രണ്ടും നോക്കി ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു അന്വേഷണം ഇതിൽ പോലീസ് കൈക്കൊള്ളണം. അതുപോലെ തന്നെ ഇവന്മാര് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവന്മാര് മനപ്പുറം, ഇപ്പൊ ആളുകളെല്ലാം പറയുന്നത് അദ്ദേഹത്തിന് നടക്കാൻ കഴിയില്ലായിരുന്നു. ഇവന്മാര് പക്ഷെ ഇവര് സംസാരിക്കുന്നതിനകത്തും നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്, ഇപ്പൊ ഈ പയ്യനാണെങ്കിലും അവസാനം പറയുന്ന കേട്ടിട്ട് എവിടെയോ നമുക്ക് ഇവന്മാരെ അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ആ ഒരു സാഹചര്യം ഉണ്ട്. അപ്പൊ നമ്മൾ നിങ്ങളെ വിശ്വസിക്കണമെങ്കിൽ നിങ്ങൾ തന്നെ പ്രൂവ് ചെയ്യണം. അതിന് നിങ്ങൾ സഹകരിച്ചേ പറ്റുള്ളൂ. ഇതാണ് എൻ്റെ ഒരു അഭിപ്രായം ഈ ഒരു വിഷയത്തിൽ. വീഡിയോ കാണുന്ന നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും താഴെ കമന്റ് ബോക്സിൽ പറയാതെ പോകരുത്. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആളുകൾ സബ്സ്ക്രൈബ് ഒക്കെ ഒന്ന് ചെയ്യുക.